എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പറയുന്നത് 11 മണിക്ക് നാഷണൽ ആന്തം. 11 മണിക്ക് നാഷണൽ ആന്തം. നാഷണൽ ആന്തം എന്താണെന്ന് ആരും ചോദിക്കരുത്. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. 11 എന്തായിരുന്നമ്മ? ലൈറ്റ് ആൻഡ് സൗണ്ടോ? 11 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ. ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് സ്കൗട്ട് ഗൈഡ് പ്രയർ. ലൈറ്റിംഗ് ഓഫ് ലാമ്പ്. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവിടുത്തെ മാതൃഭാഷയില് നോട്ടീസ് അച്ചടിക്കണം, കാര്യപരിപാടികളൊക്കെ അച്ചടിക്കണം എന്ന് ആർക്കും അറിയാത്ത. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അണ്ണാ, ഈ പ്രശ്നം തീർത്ത് കഴിയുമ്പം അടിയന്തരമായിട്ട് ആ പ്രശ്നം കൂടെ പരിഹരിക്കണം കേട്ടോ. ആളെ കളിയാക്കാൻ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ബാക്കി ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. 11:20 പിന്നെ 11:20 ചൈന ഭാഷ പറയുന്നോടാ. ഞാൻ അവിടെ എന്നാ ഞങ്ങളൊരു ചായ കുടിച്ചേച്ചും വരട്ടെ. വായനാ ദിനമായതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിരുന്നു. അതിനൊന്നും ഇല്ലേ? വായനാ ദിനത്തിന് അധ്യക്ഷനായിരുന്നു ആര്? അണ്ണൻ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഞാനവിടെ ചെല്ലുന്ന കയറുന്ന അവസരത്തിൽ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതെനിക്കിഷ്ടമില്ല. അതെന്തൊരു കടുങ്കയായിരുന്നു. ഭാരതാംബയുടെ ചിത്രം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ. സത്യം പറഞ്ഞ എന്റെ തൊലി ഒരിഞ്ഞു. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അതും അണ്ണനെ പോലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. കഴിഞ്ഞ ദിവസം പ്രസാദണ്ണം പ്രത്യേകം പറഞ്ഞതല്ലേ ഭാരതാംബ എന്നൊന്നില്ല എന്നുള്ളത്. എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. വിളക്കിന്റെ തിരിയെല്ലാം കത്തി കഴിഞ്ഞു. വിളക്കിന്റെ തിരിയൊന്നും ഒരു സ്ഥലത്തും കത്താൻ പാടില്ല. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പ്രസിഡൻഷ്യൽ അഡ്രസ് ആദ്യം ഒരു 50 പ്രാവശ്യം അത് എഴുതി പഠിക്കുക. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ